ജീവിതത്തിൽ തോറ്റുപോയ കുറേ നിമിഷങ്ങളായിരുന്നു എനിക്ക് കിട്ടിയ കുറേ സമ്പ്രദായം. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ജ്യോതി സാധ്യതകൾ കൂടുതൽ അറിഞ്ഞിട്ടാണ് ഞാൻ സിഗ്മയിലേക്കും അതേപോലെ മെഡിക്കൽ കോഡിംഗ് എടുത്തതിലും മെയിനായിട്ടുള്ളൊരു കാരണം. ശരി, ഫീസിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിലാണെങ്കിലും ശരി, സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കൾ ആയൊരു ഫാമിലിയാണ്. എറണാകുളം സിറ്റിയിൽ ഇഷ്ടംമാതിരി പാർട്ട് ടൈം ജോബുകളുണ്ട്, പഠിപ്പും ഒപ്പം തന്നെ കൊണ്ടുപോകും. എക്സാം ഫീസും അതേപോലെ തന്നെ ഈ കോഴ്സ് ഫീസും എല്ലാം ഞാൻ ഇതിലൂടെ തന്നെയാണ് സമ്പാദിച്ചത്. ഏത് ലെവലിൽ നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള മനഃശക്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് കോഴ്സ് എടുത്ത് പഠിക്കാം. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ BCA കഴിഞ്ഞ് അങ്ങനെ നെറ്റ്വർക്കിംഗ് ഫീൽഡിലേക്ക് പോയൊരു വ്യക്തിയാണ്. നമ്മൾ ചിന്തിക്കാത്ത കുറേ ചോദ്യങ്ങൾ നമ്മളെ മനസ്സിനുള്ളിലേക്ക് വരുന്നൊരു സംഭവമാണ് ഈ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞുള്ളത്. എന്താ ചെയ്യുക, എന്ത് കോഴ്സാണ് എടുക്കുക, അങ്ങനെ എടുക്കുമ്പോഴാണ് ഞാൻ IT ഫീൽഡിലേക്ക് പോകുന്നത് തന്നെ. പക്ഷേ IT ഫീൽഡിലേക്ക് എൻ്റെ വെറും പരാജയമായിരുന്നു. ഈ 2 കൊല്ലം ഞാൻ എന്താണ് ചെയ്തത്, എന്താണ് ചെയ്യുക എന്ന് വിചാരിച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിഗ്മ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടും അതേപോലെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഈ കോഴ്സിനെ കുറിച്ചിട്ടും ഞാൻ അറിയുന്നതും. അതേവരെ എനിക്കും അറിയത്തില്ല, എൻ്റെ ഫ്രണ്ട്സുകൾക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഹഫ്നാസാണ് എന്നിലേക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ടും അതേപോലെ സിഗ്മയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നത്. എക്സാം ഫീസ് 60,000 രൂപ വരുന്നുണ്ട്. അതേപോലെ ഇത് പഠിക്കുന്നത് ഒരു 30-35,000 രൂപ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ആകെ ടെൻഷനായിരുന്നു, എങ്ങനെ ഇത് സമ്പാദിക്കും. ഞാൻ ഇങ്ങോട്ട് സിഗ്മയിലേക്ക് ഒരു എന്താ പറയുക, ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് വന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കുറേ പാർട്ട് ടൈം ജോബ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് പഠിക്കുകയും ചെയ്യാം എന്ന് ഞാൻ കുറേ ചിന്തിച്ചു. ഡെലിവറി ബോയ് ആയിട്ടും അതേപോലെ തന്നെ ഊബറൊക്കെ ഓടിച്ച് നമുക്ക് സമ്പാദിക്കാം. എക്സ്പെൻസീവാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ എറണാകുളം എന്ന് പറഞ്ഞ ഈ സിറ്റി പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ആ എക്സ്പെൻസിലൂടെ കടന്നു പോകാന്നാൽ ഭയങ്കര അടങ്ങറുമാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ച് സൊമാറ്റോ ഓടി കഴിഞ്ഞാൽ കുറച്ച് കായിക കിട്ടും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആണല്ലോ നമ്മൾ. അപ്പോൾ ആ ഫ്രീ ടൈമുകളൊക്കെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഊബറിൽ ഓടും ചെയ്യാം. നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പഠിക്കും ചെയ്യണം കേട്ടോ. ഫ്രീ ടൈം ആകുമ്പോൾ ഞാൻ പഠിക്കും ചെയ്യും. പഠിപ്പിൽ നിന്ന് ബാക്കോട്ട് പോകരുത് കേട്ടോ, കാരണം പഠിപ്പ് നമ്മൾക്ക് മുഖ്യമാണ്. സിഗ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. സ്റ്റഡി ആയാലും അതേപോലെ അവർ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടും എല്ലാം എനിക്ക് പറയാനുണ്ട്. നല്ല ഓർമ്മ. വെറും പഠിപ്പ് മാത്രമല്ല, എൻ്റെ ഫാമിലി രൂപത്തിലാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത്. ഇത് അവിടുത്തെ ഓരോരോ പഠിത്തവും അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പഠിത്തം തന്നെയാണ്. നമ്മളെ നല്ല പഠിപ്പിച്ച് തരും ചെയ്യും. അതേപോലെ നമ്മൾക്ക് എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാതും. നമ്മളിപ്പോൾ എന്താ പറയുക, ജോബ് ചെയ്തിട്ട് ടൈം വഴുകിയാലും അവർ അത് പിന്നെയും എനിക്ക് എടുത്തു തരുന്ന ആൾക്കാരാണ്. അത്രക്കും നമ്മൾക്ക് സപ്പോർട്ടാണ്. നമുക്ക് എന്തിനും സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തികളാണ് സിഗ്മ ടീംസ് മൊത്തം. ഒരു മനുഷ്യനെ തോൽപ്പിക്കുന്നത് നമ്മളെ ചിന്തകളെയാണ്. ആ ചിന്തകൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാതി രക്ഷപ്പെട്ടു എന്നാണ്. നമ്മളെ ലൈഫ് തന്നെ നമ്മൾ ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട കോഴ്സ് പെട്ടെന്ന് തിരഞ്ഞെടുക്കുക. പിന്നെ ഉള്ളത് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് താങ്ങൂല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സ് ഒരിക്കലും പഠിക്കാണ്ടിരിക്കരുത്. നമ്മൾക്ക് എന്ത് ജോലിക്കും എന്ത് കോഴ്സ് നമ്മൾ ഇറങ്ങുമ്പോഴും ശരി, നമ്മൾക്ക് അതിൻ്റെതായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. പൈസ ഉണ്ടാക്കേണ്ടതായാലും ശരി, നമ്മൾ ഏത് ലെവലിൽ നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള മനഃശക്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ജോലി നമുക്ക് നേടാം, ഏത് കോഴ്സും എടുത്ത് പഠിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഇറങ്ങിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ജോബിന്റെ കൂടെ തന്നെ നമ്മൾ പഠിപ്പ് മുന്നോട്ട് പോകും. ഓക്കെ.